അപ്പം ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് കേരളത്തിന് പുറത്തേക്കാട്ടോ. കാരണം നമ്മൾ കുറേ ഇപ്പോൾ കേരളത്തിലെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് കൊൽക്കത്തയിലെ അലിപ്പൂരിലെ ഒരു കാഴ്ച ബംഗ്ലാവ് കാണാം. ഈ കാണുന്നതാണ് ആ കാഴ്ച ബംഗ്ലാവിൻ്റെ എക്സിറ്റ് ഗേറ്റ് ആട്ടോ, മെയിൻ ഗേറ്റ് അല്ല. പിന്നെ 150 കൊല്ലം പഴക്കമൊക്കെ ഉണ്ട് ഈ കാഴ്ച ബംഗ്ലാവിന്. ഇപ്പോൾ ഈ മുന്നിൽ കാണുന്ന ഈ നീല ഇതുള്ള ഈ ബിൽഡിങ്ങില്ലേ, ഇതാണ് കാഴ്ച ബംഗ്ലാവിലേക്കുള്ള മെയിൻ എൻട്രി ചെയ്യാനുള്ള ഗേറ്റ്. പിന്നെ ടിക്കറ്റ് വില 30 രൂപയാണ്. ഓൺലൈനായിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ തന്നെ ഞാനും ആദ്യമായിട്ടാണ് കേരളത്തിന് പുറത്തുള്ള ഇങ്ങനത്തെ ഒരു സൂവിലേക്ക്, ഒരു കാഴ്ച ബംഗ്ലാവിലേക്ക് ഞാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനുള്ളിൽ കയറിയിട്ട് കാഴ്ചകൾ കാണാം. അപ്പോൾ ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ താഴെ ഇറങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു സൈൻ ബോർഡാണ് മുന്നിൽ തന്നെ കാണുന്നത്. അപ്പോൾ അതെന്തായാലും നല്ലൊരു കാര്യം അല്ലേ. സൈൻ ബോർഡ് കണ്ടിട്ട് ഞങ്ങൾ നേരെ ലെഫ്റ്റ് തിരിച്ചിട്ട് ഞങ്ങളുടെ നടത്തം ആരംഭിച്ചു. അപ്പോൾ ഈ മുന്നിൽ കാണുന്ന കണ്ട് ഈ 2-3 ബസ്സുകൾ വെള്ള പെയിൻ്റ് അടിച്ചിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ അവിടെ വരുന്ന സഞ്ചാരികളിൽ വയ്യാത്തവരൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവരെയൊക്കെ കൊണ്ടുപോയിട്ട് അതിലിരുത്തിയിട്ട് സഞ്ചരിപ്പിച്ച് കൊണ്ട് കാണിക്കാനുള്ളത് കേട്ടോ. അത് പൈസ കൊടുക്കണം തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ കണ്ടോ ഫ്രണ്ടിൽ ചെടികൾ കൊണ്ടുള്ള ഒരു ആന, 2 ജിറാഫ്, ഇത് നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. കാരണം നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞങ്ങൾ നേരെ നടത്താൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ എത്തിയിട്ടുള്ളത് നമ്മുടെ മാനുകളുടെയൊക്കെ ഒരു അവരുടെ ഒരു കൂടിൻ്റെയൊക്കെ അവിടേക്കുള്ള വഴിയാണ് തോന്നുന്നു. കാരണം വെൽക്കം ടു സംഭവം എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ. തൊട്ട് മുകളിലായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് കണ്ടോ, എക്സോട്ടിക് ആൻഡ് ഡീർ സെക്ഷൻ. ഓക്കെ, അപ്പോൾ മാനുകളുടെയൊക്കെ സെക്ഷനിലേക്കാണ് ഇപ്പോൾ നമ്മുടെ യാത്ര. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങി. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ കടുവ, പുലി, സിംഹം, ഇതിനൊക്കെയാണ് ഏതൊരു ആൾക്കും കാഴ്ച ബംഗ്ലാവിലെത്തുമ്പോൾ കാണാൻ ആഗ്രഹമുണ്ടാവുക അല്ലേ. അപ്പോൾ അതോട്ട് പൂച്ച നിൽക്കുന്നുണ്ട് കേട്ടോ. മൂപ്പര് മാത്രമാണ് ഇപ്പോൾ ഇവിടെ കൂട്ടിലല്ലാതെ സ്വതന്ത്രമായിട്ട് നടക്കുന്നതായി തോന്നിയത്. അപ്പോൾ ഞങ്ങൾ ആദ്യം എത്തിയത് ചിമ്പാൻസികളുടെ അടുത്തേക്കാണ്. കാരണം നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് കൂടൊക്കെ. അതാ വരുന്നൊരു ചിമ്പാൻസി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ തോന്നുന്നു. ഇതാ വരുന്നു. ഇവർ ഭക്ഷണമൊക്കെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ളൊരു നടത്തത്തിലാണ്. കണ്ടില്ലേ, കുറച്ച് നേരം നടന്നാൽ അപ്പം തന്നെ വീണ്ടും ഇരിക്കും. പിന്നെ 2 ചിമ്പാൻസി ഉണ്ട് കേട്ടോ. അത് ഒന്ന് ഇപ്പുറത്തും ഒന്ന് അപ്പുറത്തുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു ആക്റ്റീവായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത് ഈ ഫ്രണ്ടിലുള്ള ഇവനെയാണ്. കാരണം മറ്റവൻ ഓരോ സ്ഥലത്ത് പോവും, അവിടെ ഇരിക്കും, പിന്നെ ഒരു അനക്കമില്ല. ഇതാ കണ്ടോ, ഇപ്പം നടക്കുന്നവൻ എല്ലാ ആൾക്കാരെയും നോക്കും. ഒന്ന് എണീച്ചിട്ട് കണ്ടോ അടിപൊളി, കറക്റ്റ് മനുഷ്യൻ തന്നെ അല്ലേ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നേരെ തിരിഞ്ഞു ഐ ലവ് മൈ സൂ എന്നൊക്കെ സംഭവം കണ്ടു. എന്നിട്ട് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് അധികം ഒരു വൃത്തിയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഈ തൃശ്ശൂരും തിരുവനന്തപുരം പോലെ അത്രയ്ക്ക് അധികം വൃത്തിയൊന്നും ഇല്ല ഇവിടെ. അടുത്തത് ഞങ്ങൾ എത്തിയത് കങ്കാരുവിൻ്റെ അടുത്തേക്കാണ്. അതായിരിക്കുന്ന ഒരു കങ്കാരു. ഈ ഇതിൽ എനിക്ക് കണ്ടിട്ട് ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവം കൂടൊക്കെ പൊളിയാണ്, പക്ഷേ ഇത്ര വലിയ കൂടാണ്, അതിലുണ്ടാവുന്ന മൃഗങ്ങളുടെ എണ്ണം കുറവാണ്. അപ്പോൾ അതിലിരിക്കുന്ന ആ ഒരു കങ്കാരുവാണ്. അപ്പോൾ ഒരു സഞ്ചാരി വരുമ്പോൾ അവൻ എങ്ങനെയും കാണാൻ പറ്റുക, ചിലപ്പോൾ കങ്കാരു പോലെ പുല്ലിൻ്റെ അടിയിലോ മരത്തിൻ്റെ ഇതിലോ അവിടെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അതെനിക്കൊരു ചെറിയൊരു തെറ്റായതിൽ തോന്നി. കാരണം ഈ കൂട്ടിൽ അതുപോലെ തന്നെ മാനിൻ്റെ കൂട്ടിലും അതേപോലെ തന്നെയാണ്. ഇതാ നമ്മുടെ കരടിക്കൂട്ടൻ, അതാ എന്താ ചെയ്യുന്നതെന്നറിയില്ല, കിടക്കുകയാണ്. പിന്നെ മൂപ്പരുടെ കൂടൊക്കെ അതിൽ തന്നെ ഉണ്ട്, അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കൂടൊക്കെ. എപ്പോൾ വേണമെങ്കിലും കൂട്ടിൽ കയറാം, കൂട്ടിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ കുറച്ച് നേരം കാത്തുന്നതിന് ശേഷം മൂപ്പര് പതുക്കെ എണീറ്റു ജസ്റ്റ് ഒന്ന് വാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. കുഞ്ഞിയ കരടിക്കുട്ടി കേട്ടോ, വലുതല്ലേ, ചെറിയ കരടിയാണ്. പിന്നെ എന്തൊക്കെയോ ഉണക്കക്കൊമ്പൊക്കെ എടുത്ത് പറക്കിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ മൂപ്പരെയൊക്കെ നോക്കിക്കൊണ്ട് നിന്ന് നേരെ തിരിച്ചു അടുത്ത സ്ഥലത്തേക്ക്. ഈ വഴിയിലൊക്കെ എന്താ കണ്ടോ, ഈ സൈഡൊക്കെ നോക്കൂ, ഇവിടെയൊക്കെ ഫുള്ള് മാനുകളാട്ടോ. 2 മാൻകൂട്ടിലുണ്ട് ഇവിടെ. അതിന് ഓരോ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം പേര് ചിലപ്പോൾ ഇനി പറഞ്ഞിട്ട് വല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ 2 ചെറിയ മാനുകളുണ്ട്. ഒരു പുറത്തേക്ക് വരാനുള്ള ഒരു ആഗ്രഹത്തിലാണ് തോന്നുന്നു ഈ മുന്നിൽ പോകുന്നവൻ. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി കളിക്കുന്നു. അപ്പോൾ അവൻ്റെ കുറച്ച് രസത്തൊക്കെ കളികളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിഞ്ഞപ്പോൾ നമ്മുടെ മാപ്പ് എത്തി കേട്ടോ. ഈ മാപ്പ് കണ്ടപ്പോഴാണ് കറക്റ്റായിട്ട് പിന്നെ സാധനങ്ങൾ എവിടെയൊക്കെയാണ് മൃഗങ്ങളുള്ളതെന്ന് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ പിന്നെ അത് ഫോട്ടോ എടുത്തു, ആ മാപ്പ് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ അത് നോക്കിയിട്ടാണ് പിന്നെ യാത്ര തിരിച്ചത്. അപ്പോൾ കുറച്ച് മുന്നിൽ പോയപ്പോൾ ഐസ്ക്രീമുകളും അങ്ങനെ കൂൾ ബാർ ഫുള്ളായിട്ട് കുറച്ച് കടകളൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം ഓർഡർ ചെയ്തു. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അപ്പോൾ 3 പേര് ഐസ്ക്രീം ഓർഡർ ചെയ്തിരുന്നു. പക്ഷേ ഈ കാണുന്ന ഭംഗി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ,
അതിന് ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, എന്താണെന്ന് അറിയില്ല. അപ്പോൾ അടുത്തതായിട്ട് ഞങ്ങൾ എത്തിയത് നമ്മുടെ വാട്ടർ ബേഡ്സിൻ്റെ അടുത്തേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന എല്ലാ വാട്ടർ ബേഡ്സും ഈ ഒറ്റ, അതായത് എല്ലാം ഒറ്റ കുടക്കീഴിൽ പറഞ്ഞ പോലെയാണ്. പിന്നെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് ഇവിടുത്തെ ഈ വേലിയാണ് കേട്ടോ. കാരണം സംഭവം നേരിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെയാവും ക്യാമറയിലൂടെ അല്ലേ. അപ്പോൾ ഇനി നമ്മൾ എത്തിയത് മുതലകളുടെ അടുത്തേക്കാണ്. ഇതാ കാണുന്നു കേട്ടോ, കുറച്ച് മുതലകൾ, കുറച്ചധികം ഉണ്ട്. കാരണം മുതല അവിടെ പെരുകിയിരിക്കുകയാണ്. അച്ഛനും അമ്മയും മക്കളും അവരുടെ മക്കളും കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ഇത് കാണിക്കാം കേട്ടോ, വെള്ളം അങ്ങോട്ടേക്ക്. പിന്നെ ഒന്ന് പറയുമ്പോൾ ഇവർ കൂടെ ഒന്നും വൃത്തിയാക്കുന്നില്ല കേട്ടോ. വെള്ളമൊക്കെ മൊത്തം ചളിയും പുളിയായിട്ട് കിടക്കുകയാണ്. ഇതാ പറയുക സാമ്പാർ ഡിയറും ബാർക്കിംഗ് ഡിയറും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഡീറുകളുടെ എണ്ണം കുറവാണ്. സാമ്പാർ ഡിയർ എന്ന് പറയുന്നത് ആകെ ഒന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബാർക്കിംഗ് ഡിയറുകളെയും ഇവർ ഉൾപ്പെടുത്തി. സ്ഥലം വലുതും സാധനങ്ങൾ കുറച്ചുമാണ്, അതായത് മൃഗങ്ങൾ കുറച്ചും ഉള്ളത്. ഇതൊരു നെഗറ്റീവ് തന്നെയല്ലേ, കാരണം വരുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റണ്ടേ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ റെപ്റ്റൈൽസ് ഹൗസിലേക്ക് പോയി. ഈ കാണുന്നതാണ് റെപ്റ്റൈൽസ് ഹൗസ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എൻട്രി ചെയ്ത ഈ ഇതിലൂടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു ആകാംക്ഷയിലൂടെ ഞങ്ങൾ എൻട്രി ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ എൻട്രി ചെയ്തതും നേരെ കാണുന്നത് നമ്മുടെ ഒരാൾ ആശാൻ കണ്ടോ, തലയൊക്കെ പൊക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ജസ്റ്റൊക്കെ വീഡിയോ എടുത്തു. ഒരുത്തെന്താ അതിൻ്റെ അടുത്തൊക്കെ പോയി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് നമ്മൾ നോക്കി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അധികം വൃത്തിയില്ല ഇവിടെ. നിങ്ങൾ അവിടുത്തെ ഗ്ലാസ്സൊക്കെ നോക്ക്, ഒന്നും വൃത്തിയാക്കി വെക്കുക ഒന്നുമില്ല. ആ ഗ്ലാസ് കൂടെ ആകെ മറ്റേ ഊട്ടിയിലൊക്കെ പോയ പോലെയാണ്, മഞ്ഞൊക്കെ പെയ്ത് അതേപോലെയാണ്. ഊട്ടി കൊടൈക്കനാൽ പോവില്ലേ, അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശോ കുളു മണാലി, അതേപോലെയൊക്കെയാണ് അതിൻ്റെ ഗ്ലാസിൻ്റെ ഉൾവശമൊക്കെ. ഫുള്ള് മഞ്ഞ് പോലെയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ തൊട്ട് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ നാട്ടിലെ ആശാനായിട്ടുള്ള ഇതായിരിക്കുന്നു. കണ്ടിട്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഉടുമ്പ്. ഒന്ന് മാത്രമല്ല കേട്ടോ, ഒരു 2-3 അപ്പുറത്തുണ്ട്. അവരൊക്കെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവർക്ക് വെള്ളകഥ കണ്ടില്ലേ, അതിലൊക്കെ എത്ര കൊതുക മുട്ടയിടുന്നത്. ഞാൻ വെറുതെ കുറ്റം മാത്രം പറയല്ലേ. ഇവിടെ കണ്ടോ, അടുത്തൊരു ക്രൈറ്റ് എന്ന് പറഞ്ഞ നമ്മുടെ മീനല്ല, പാമ്പാണ്. അതിൻ്റെ സംഭവങ്ങളൊക്കെ അവിടെ മുകളിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ബാൻഡഡ് ക്രൈറ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ കണ്ടില്ലേ. എല്ലാ പ്രശ്നവും ഇതാണ്, ഗ്ലാസ് ഒന്നും ക്ലിയർ ആയിട്ട് നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കധികം താല്പര്യമൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. കുറേ ആളുകളൊക്കെ വന്നിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ അധികം നേരം പിന്നെ അവിടെ നിന്നില്ല. അവിടെ കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാവരും വായിക്കുന്നുണ്ട്. സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ പാമ്പിനെ കാണണ്ടേ. അപ്പോൾ ഞങ്ങൾ പതുക്കെ റെപ്റ്റൈൽസ് ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. പക്ഷേ പൈസ മുതലായത് ഇവിടെ എത്തിയപ്പോഴാട്ടോ. ഇതുവരെയുള്ള സങ്കടം ഇവിടെ എത്തിയപ്പോൾ ഒന്ന് തീർന്ന്. നമ്മുടെ കണ്ടാമൃഗത്തിനെ കണ്ടപ്പോൾ മൂപ്പർ നിൽക്കുന്ന നൃത്തം കണ്ടു. ഇങ്ങനെ വേണം, കാരണം നമ്മുടെ കൊടുത്ത പൈസ മുതലായെന്ന് പറയുമല്ലോ, അത് ഇതിനൊക്കെ കാണുമ്പോഴാട്ടോ. കണ്ടില്ലേ. അപ്പോൾ കുറേ ആൾക്കാരെ കണ്ടോ അവിടെ. അപ്പോൾ മൂപ്പര് ഞങ്ങൾ കണ്ടാമൃഗത്തിനോട് ടാറ്റായും പറഞ്ഞിട്ട് നടത്താൻ തുടങ്ങി. നമ്മളെ ആവശ്യം എന്താ, കടുവ പുലി എൻ്റെ ആഗ്രഹം അത്. അപ്പോൾ ഞങ്ങൾ നേരെ ഫസ്റ്റ് എത്തിയത് ലെപ്പേഡിൻ്റെ അടുത്തേക്കാണ്. കൂടൊക്കെ വലിയ സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ ലെപ്പേഡിനെ പക്ഷേ കാണാനില്ല. കുറേ ആളുകൾ അവിടേക്കും ഇവിടേക്ക് കൈയൊക്കെ ചൂണ്ടി കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ അവിടെ ആയിരിക്കാം എന്നാണ് എനിക്കും തോന്നുന്നത്. ഓക്കേ, അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ലെപ്പേഡിനെ കണ്ടുപിടിച്ചു കേട്ടോ. അത് വേണമെങ്കിൽ ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിക്കാം. അതായിരിക്കുന്നു മൂപ്പര്. കാരണം എല്ലാവരും ഈ രാവിലെ കാരണം ഭക്ഷണം കഴിച്ചിട്ട് ഓരോ മുക്കിൽ റെസ്റ്റ് എടുക്കുകയാണ്. പിന്നെ ഇവരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ, എത്രത്തോളം ഈ ആൾക്കാർ വന്നിട്ട് ആൾക്കാരെ മുന്നിൽ എത്രത്തോളം അവർക്ക് നിൽക്കുക. പിന്നെ അതുകൂടാതെ ആ മൂപ്പർക്ക് കണ്ടിട്ട് മടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, ഞങ്ങളിന്ന് മൂപ്പരുടെ റെസ്റ്റിനെ തടസ്സപ്പെടുത്താതെ അടുത്ത സ്ഥലത്തേക്ക് നടന്നു നീങ്ങുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എത്താൻ പോകുന്ന സ്ഥലം എന്നാൽ, നമ്മൾ ആദ്യം ലെപ്പേഡിനെ കണ്ടു, ഇപ്പോൾ നമ്മൾ കണ്ടത് ജാഗറിനെ കേട്ടോ. ജാഗർ മൂപ്പരെ പോലെ തന്നെ, ലെപ്പേഡിനെ പോലെ തന്നെ മൂപ്പരും ഒരു മരത്തിൻ്റെ മുകളിൽ പതുക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. കണ്ടില്ലേ, പക്ഷേ നല്ല ഉറക്കത്തില്ല. പക്ഷെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും കുറച്ചധികം നിൽക്കും കേട്ടോ, എപ്പോഴെങ്കിലും എണീക്കുമെന്ന്. പക്ഷേ സങ്കടം തന്നെ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നേരെ വീണ്ടും എല്ലാവിടുന്നും തിരിച്ചുകൊണ്ടിരിക്കുക. കാരണം കുറച്ച് നേരം നിൽക്കും, വല്ലതും സംഭവിക്കുമെന്ന് നോക്കും, പക്ഷെ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ അടുത്തെത്തിയത് കുറുക്കൻ്റെയൊക്കെ ഒരു കോട്ടയിലേക്കാണ്. കുറുക്കനെ കുറേ നേരം നോക്കിയതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി കുറുക്കൻ മൊത്തം ആ കാണുന്ന ഇതുണ്ടല്ലോ, മരം,
അതിൻ്റെ ഉള്ളിലാട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് അതിനിപ്പോൾ നമ്മൾ ക്യാമറ കൂടെ കാണാൻ പറ്റിയില്ല കേട്ടോ. നമ്മുടെ ശരിക്കുമുള്ള ആശാൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു പുലി. പക്ഷെ ഞങ്ങൾ കാണുമ്പോൾ പുലി ഇതാ ഒരു കാല് മോളിക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. യോഗാസനാണോ എന്താണെന്ന് അറിയില്ല. കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ നിന്ന്, കാരണം ഇവനെങ്കിലും ഒന്ന് എണീറ്റ് നടന്നാൽ മതിയായിരുന്നു എന്നൊരാഗ്രഹമായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് പറയുമ്പോൾ അവിടെ വന്ന എല്ലാ സഞ്ചാരികൾക്കും എല്ലാവരും കുറേ നേരം നോക്കി നിന്നു. ഇല്ല, മൂപ്പർക്ക് ഒരു ഇളക്കവും ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെയും സങ്കടം തന്നെ. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഞങ്ങൾ നേരെ അവിടുന്ന് ഇറങ്ങി കേട്ടോ. കാരണം എല്ലാവരുടെയും സങ്കടം മാത്രമല്ലേ. അത് അവിടെ ഒരു ചെറിയൊരു തടാക സംഭവമൊക്കെ ഉണ്ട്. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിംഗ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ ആമകളും മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും പിന്നെ ഇത്രയും കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, മൂടങ്ങ് പോയി. കാരണം ഞങ്ങൾ വന്നത്, പ്രത്യേകിച്ച് ഞങ്ങൾ 3 പേര് വന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ, അതായത് കടുവ, പുലി ഇവരെ കാണാൻ വേണ്ടിയാണ്. ആദ്യം പറഞ്ഞില്ലേ, ഇപ്പോൾ എല്ലാവരുടെയും പോകുമ്പോൾ എല്ലാവരും റെസ്റ്റാണ്. അപ്പോൾ കടുവയുടെ അടുത്ത് ഞങ്ങൾ എത്തി കേട്ടോ. കൂടൊക്കെ വലിയ അടിപൊളി കൂടാണ്. ഇവിടെ എല്ലാവരും തപ്പുകയാണ് കടുവ എവിടെയെന്ന്. ഇതാ കിടക്കുന്നത് കണ്ടില്ലേ, മൂപ്പര് ഉറങ്ങുകയാണ്. അപ്പോൾ ഇവിടെയും ദുഃഖം. ഓക്കെ, ഞങ്ങൾ കുറച്ച് നേരം എല്ലാവരും എല്ലാ കൂട്ടിലും നിന്ന പോലെ തന്നെ ഞങ്ങൾ ഇവിടെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അവൻ എണീക്കോ ഇല്ലയോ എന്ന്. ഇല്ല. ഓക്കെ, ഇതാ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ആ തടാകത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഓക്കെ, വലിയൊരു തടാകം തന്നെ കേട്ടോ. പിന്നെ ബോട്ടിങ്ങിന് എത്ര രൂപയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഞങ്ങൾ അടുത്തെത്തിയത് ബേഡ്സുകളുടെ, അതായത് ബേഡ്സുകളുടെ ഒരു കോട്ടയ്ക്ക് തന്നെയാണ്. ഈ അറ്റം മുതൽ ആ അറ്റം വരെ പലതരത്തിലുള്ള ബേഡ്സാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പക്ഷേ ബേഡ്സുകളുടെ എണ്ണം കുറവാണ്. ചിലതിൽ 1, ചിലതിൽ 2 എണ്ണം, അങ്ങനെയൊക്കെയാണ് ഇവിടെ ബേഡ്സ് ഉള്ളത്. പിന്നെ എല്ലാ ബേഡ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടിന് തൊട്ട് മുന്നിൽ തന്നെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, കഴുകനൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ആഗ്രഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അവിടേക്ക് എത്തി, സിംഹത്തിൻ്റെ അടുത്തേക്ക്, കാട്ടിലെ രാജാവിൻ്റെ അടുത്തേക്ക്. പക്ഷേ ഇവിടെയും മുൻപ് സംഭവിച്ച അതേപോലെ തന്നെ ഇതായിരിക്കുന്നു, കിടക്കുന്ന കണ്ടില്ലേ. ഇത് പെൺസിംഹം കേട്ടോ. മുമ്പ് ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ, വേറെ ആരും ഇല്ല അവിടെ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി അവരുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിർത്തി. സിംഹവും പുലിയും കടുവയും എല്ലാം കഴിഞ്ഞ്. ഓക്കെ, പിന്നെ മയിലുകളും ഈ സംഭവങ്ങളൊക്കെ അപ്പുറത്ത് തന്നെ കേട്ടോ. ആ പക്ഷികളുടെ കറക്റ്റ് അവിടെ തന്നെയാണ് ഉള്ളത്. പിന്നെ അതിനുശേഷം ഇപ്പുറത്ത് തന്നെ ഇതാ കണ്ടോ ആനകൾ. പിന്നെ ഇവരൊക്കെ എവിടെ ഒളിച്ചിക്കാൻ പറ്റുക അല്ലേ. അല്ല, കേരളക്കാർക്ക് ആനകളെന്ന് പറഞ്ഞാൽ അത്ഭുതമല്ല. പക്ഷേ അവിടെ എത്തിയപ്പോൾ എനിക്കത് അത്ഭുതമായിട്ട് തോന്നി. കാരണം ഇതിനാണെന്ന് കറക്റ്റായിട്ടൊന്ന് കാണാൻ പറ്റിയത്. മുന്നേയും കണ്ടാമൃഗം പോലത്തെ സംഭവത്തിനെ കണ്ടു. പക്ഷേ അതല്ല, ഒരു കുറച്ചും കൂടി അല്ലേ, അത് ആനയെ കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷമായി കേട്ടോ. അതോടുകൂടി ഞങ്ങൾ വീണ്ടും നടത്തം തുടങ്ങുക തന്നെയാണ്. പിന്നെ കൂടാതെ തന്നെ ഇവിടെ നമ്മൾ അധിക വൃത്തിയൊന്നും പ്രതീക്ഷിക്കാനേ പാടില്ല. കാരണം കുറേയൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ട് വേറെ സ്ഥലത്തെ അഭിമാനിക്കുന്നില്ലല്ലോ. എല്ലാ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്ത് ഈ വേലികൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും മൊത്തം ഓരോ ആൾക്കാർ വെള്ളം കുടിക്കുന്നു, എടുത്ത് എറിയുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഈ വരുന്ന വണ്ടി കണ്ടില്ല, കണ്ടോ, അതിൽ കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. കാരണം അവരൊക്കെ എല്ലാം അവിടേക്ക് കണ്ടോ ചുറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, അതിൽ എത്രയാണ് അതിൻ്റെ റേറ്റ് എന്ന് എനിക്കറിയില്ല. ഇത് അടുത്ത സ്ഥലത്തി. ഇവിടെയും സംഭവം ബേഡ്സ് തന്നെയാണ്. എല്ലാ ബേഡ്സിനെയും ഇവർ എന്തുകൊണ്ടാണ് ഒറ്റ കൂട്ടിൽ തന്നെ ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ സ്ഥല പരിമിതി കൊണ്ടായിരിക്കാം എന്നാണ് തോന്നുന്നത്. എല്ലാ കൂട്ടിനുള്ളിലും കച്ചറ മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ, കുഴപ്പമില്ല, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഞങ്ങളിന്ന് അടുത്ത ഇതിലേക്കങ്ങ് ഇറങ്ങി നേരെ മെക്കാവുകൾ, നമ്മുടെ ടൈപ്പ് ഓഫ് മെക്കാവും പലതരം ടൈപ്പുകൾ മെക്കാവുകൾ നിൽക്കുന്ന അവിടേക്കാണ് ഞങ്ങൾ എത്തിയത്. ഇതെല്ലാവരും ഉണ്ട്, എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നു. കൂടും കുഴപ്പമില്ല കേട്ടോ, മെക്കാവിൻ്റെ കൂട് കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇനി എവിടേക്ക് എന്നായി ചിന്ത. അപ്പോൾ ഞങ്ങൾ വീണ്ടും നടത്തം തുടർന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എവിടേക്കാണ് പോകേണ്ടത്, എവിടേക്കാണ് എന്താണ്, ആ ഫസ്റ്റ് കണ്ട സൈൻ ബോർഡ് മാത്രമേ ഉള്ളൂ, പിന്നെ ഒന്നുമില്ല. പിന്നെ അങ്ങ് നടക്കുക തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന്. കാരണം ഇതിനിടയ്ക്ക് പല മൃഗങ്ങളുണ്ട്, ജിറാഫ് സംഭവങ്ങളൊക്കെ. അതിനൊന്നും കാണാൻ തന്നെ പറ്റിയില്ല. അത് ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ, പക്ഷെ കാണാൻ പറ്റിയില്ല. കാരണം ഇങ്ങനെ അവർ സൈൻ ബോർഡൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ്.
കറക്റ്റായിട്ട്. കാരണം ഓരോ സ്ഥലത്തും വെക്കണ്ടേ, അതൊന്നും അവിടെ ഇല്ല. പിന്നെ നിങ്ങൾക്കെല്ലാവരും കൊൽക്കത്ത അലിപൂറിലുള്ള ഈ കാഴ്ച ബംഗ്ലാവ് കണ്ടു അല്ലേ? അപ്പോൾ നിങ്ങൾ പറയണം നമ്മുടെ നാട്ടിലുള്ള കാഴ്ച ബംഗ്ലാവുമായിട്ട് എന്തൊക്കെ വ്യത്യാസമാണ് ഈ കൊൽക്കത്തയിലെ അലിപൂറിലുള്ള ഈ കാഴ്ച ബംഗ്ലാവിന് ഉള്ളതെന്ന് പറയുക. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.